ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട വേലായുധേട്ടനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. വേലായുധൻ കമ്പപുരയിലായിരുന്നു ജോലി? ഞങ്ങള് കരിനീരി പിടിക്കായിരുന്നു. ഞങ്ങള് കുറച്ചൊരു 5-6 ആൾ അവിടെയായിരുന്നു. പിന്നെ 2 കാലത്ത് നിറവ് നടന്നായിരുന്നു. തൃശ്ശൂർക്ക് ഇപ്പോൾ വെള്ളിയാഴ്ച കത്തിക്കണ്ടതിനും പിന്നെ ഇവിടെ പള്ളിയിലെ പെരുന്നാളായിരുന്നു ഇന്നലെ, അതിന് കത്തിക്കാനും ഒക്കെ നിറയ്ക്കുന്നുണ്ട്. 2-3-4 സ്ഥലത്തായിട്ടാണ് പണി നടക്കുന്നത്. നടന്നു നോക്കേണ്ട കാര്യമില്ല. നമ്മൾ വല്ല കഞ്ഞി കുടിക്കാനോ അല്ലെങ്കിൽ വല്ല കാപ്പി കുടിക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ എനിക്കുണ്ട് ഇരുന്ന് നോക്കുന്നത്. അങ്ങനെയുള്ള പണി അല്ല അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പൊട്ട് കേട്ടോട്ടില്ല. ഞാൻ എനിക്ക് കൂടി മണിയിൽ നോക്കാൻ പോയില്ലേ, മുണ്ട വളർത്തിയിട്ട് അങ്ങോട്ട് വിട്ടു. ചെരുപ്പ് പറഞ്ഞാൽ പുതിയത് പോയി, അത് നോക്കട്ടെ. സൈക്കിളും അവിടെ ഇല്ലേ, മൊബൈൽ അവിടെ ഇല്ലേ, ആരടിച്ചപ്പോൾ മൊബൈൽ അവിടെ ഇല്ല പറഞ്ഞു. അതായിക്കോട്ടെ, കുഴപ്പമില്ല. ഓടി ആ റോഡിൻ്റെ അപ്പുറത്തേക്ക് പോയപ്പോൾ അപ്പോൾ പിന്നെ വെള്ളത്തിന് കഴിച്ചു. അപ്പോൾ പിന്നെ അവിടെ അടുത്ത് കിട്ടുന്ന വെള്ളം കഴിച്ച് കുടിച്ച് ആ റോഡിൻ്റെ അപ്പുറത്തേക്ക് കടന്നു. എന്നിട്ട് പിന്നെ ഒരു 4 മണി ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാർ കൊച്ചുണ്ടായിരുന്നു, ഈ ഷൊർണൂർ പറഞ്ഞു വന്നല്ലേ മനെ. അപ്പോൾ അവര് പറഞ്ഞു ഇത് റൂമിലേക്ക് പോകാൻ പറഞ്ഞു. ആ ടോപ്പിക്കാരുടെ ഒരു വണ്ടി വിട്ട് ആ വണ്ടി കിട്ടിയിട്ട് വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്ന് പീട്ടറിൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്നു. അവിടുന്ന് റൂം തുറന്ന് അവർ തുണി മാറി അവർ പോയി. ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി. എൻ്റെ വീട് അവിടെ പൊട്ടുന്നത് കാണുന്നുണ്ടായിരുന്നു. കാണാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓടി ഒരെണ്ണം പൊട്ടിയത് കണ്ടു. പിന്നെ ഒരെണ്ണം ഒരു എന്താ പറയാ ഇത്ര വെട്ട് പിന്നിൽ വന്നിട്ട് പൊട്ടി. ഞാൻ അടിക്ക് മുന്നിക്ക് പോവല്ലേ, ഞാൻ നോക്കാന്ന് പോലെ മനസ്സിലാക്കി പോയില്ല, കണക്ക് തെറ്റിന്ന് മനസ്സിലായി. നമുക്ക് അറിയില്ല പോലെ, എനിക്ക് അത് അത്ര പറയാൻ പറ്റില്ല. അത്ഭുതമായിട്ട് തോന്നുന്നു രക്ഷപ്പെട്ടത്. പിന്നെ അത്ഭുതമായി 2ാം ജന്മ ഇപ്പൊ സത്യം പറഞ്ഞാല് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലും നമ്മൾ പണിക്ക് കുറക്കാലം ഇവരത്തുള്ളപ്പോ തന്നെ പോയി തുടങ്ങിയതാ. മണിയായിട്ടുള്ളപ്പോ തന്നെ പോയി തുടങ്ങിയിട്ടുള്ളതാ. അപ്പൊ നമ്മള് പണി തീരെ നാട്ടിൽ പണിയില്ല, കൈക്കോട്ട് പണിയൊന്നും ഇല്ല വെച്ചാൽ അവരെ കൂടെ പോകും, പണിക്ക് പോകും. ആദ്യമായിട്ടാണ്. ഞെട്ടലാക്കി. ആ മറ്റന്നുള്ള വിമർശനം ഇതുവരെ പോയിട്ടില്ല. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, ഒന്നും ഉറങ്ങുന്നില്ല, ഉറക്കം വരുന്നില്ല. കണ്ണടച്ച ശബ്ദമാവൂലേ? ഈ പൊട്ടുന്ന സൗണ്ടും ആൾക്കാരുടെ ചെറിയും കളിയും തമാശ. ചോറുണ്ട് വന്നിട്ട് കൈ കഴിക്കാൻ പോകുമ്പോ ഓരോ കൊത്തി ഓരോ തമാശ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതിനൊരു കുടുംബം വരെ ജീവിക്കുക. അങ്ങനെ പെട്ട് കണ്ടോന്ന് പറഞ്ഞാൽ ഞാൻ ഓടിയ ഓട്ടം. പിന്നെ അവിടുന്ന് 6 മണി കഴിഞ്ഞിട്ട് അവിടുന്ന് കയറി പോന്നു. പിന്നെ ഒന്നും അറിയില്ല. ആംബുലൻസ് ആദ്യം വരുന്നുണ്ട്, ഇദ്യം വരുന്നുണ്ട്, സാറുമാരും വരുന്നുണ്ട്, ഒക്കെ അവിടെ തിക്കും തിരക്കായ കാഴ്ചകൾക്ക്. അപ്പൊ കുറച്ച് നേരത്തെ അവിടുന്ന് ആൾക്കാർ ഇറങ്ങി പോയിട്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് ഒരു എൻ്റെ മുക്കിന്റെ പൊട്ടിൽ വരെ വശാർന്നിട്ടില്ല. ഞാൻ ആദ്യത്തെ പൊട്ടിൽ കേട്ടപ്പോ തന്നെ ഞാൻ എനിക്ക് ഓടി വേറെ മണിയൊന്നും നോക്കാൻ പോയില്ല. പിന്നെ മേപ്പിട്ടിക്ക് കിട്ടുന്ന ആലോചിച്ചില്ലേ, ചെരുപ്പ് പോയി, ഫോണുണ്ടോ, സൈക്കിളുണ്ടോ, സൈക്കിൾ അതിൻ്റെ ഉള്ള സൈക്കിളുണ്ട് അവിടെ, സൈക്കിളുണ്ട്, സൈക്കിളിൻ്റെ സൈക്കിളത്. മൊബൈല് അവിടെ ഉണ്ടായിരുന്നു. കത്തണെങ്കിൽ അതിയുടെ നിൽക്കില്ല അവിടെ. മൊബൈലൊക്കെ മേടിക്കാം. മൊബൈലിപ്പോ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ കിട്ടുമ്പോ മേടിക്കാം. ഇനിയൊന്നും ഈ പണിക്കിറങ്ങില്ല. ഇനി കിട്ടിയ പണിക്ക് വേറെ വല്ല കൈക്കോട്ട് പണിയാ വല്ല കൊത്തില് കളിക്കലൊക്കെ കിട്ടിയ അതിന് പോകണോ. പറ്റില്ല ആട്ടുകുട്ടിയെ പഠിച്ചിട്ടും ഇതിനെ പറ്റി അതിനെ നോക്കിയാൽ ഒരു 5-6 മാസം നോക്കിയാൽ എന്റെ പട്ടയലിന്റെ കാശൊക്കെ കിട്ടും. അതന്നെ ജീവിതത്തിൽ തിരിച്ചെത്താൻ കഴിഞ്ഞതിന് വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു മേഖലയിലേക്കേ ഇല്ല എന്നാണ് വേലായുധേട്ടൻ ഉറപ്പിച്ച് പറയുന്നത്. ജീവൻ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് അദ്ദേഹം. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.